നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുൻ ബിഗ് ബോസ് താരമായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്റെ ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. ഫോട്ടോ പോസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള ചില സംഭവങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഫോട്ടോ. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പമുള്ള ഒരു ഫോട്ടോയാണ് തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്ത സെക്കൻഡുകൾക്ക് തന്നെ അതിന്റെ കമന്റ് ബോക്സിൽ വന്ന കമന്റുകളാണ് ഇതൊക്കെ. എന്താണ് ഇവരുടെ പ്രശ്നം? ആദ്യമായിട്ടാണോ ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവിന്റെ ചിത്രം പോസ്റ്റ് ചെയ്യുന്നത്? അതോ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, SDPI, മുസ്ലിം ലീഗ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളോടൊപ്പമുള്ള ഫോട്ടോ മാത്രമേ പോസ്റ്റ് ചെയ്യാവൂ എന്നെന്തെങ്കിലും നിയമം കേരളത്തിൽ ഉണ്ടോ? ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനോടൊപ്പമുള്ള ഒരു ചിത്രം ഒരു വ്യക്തി പങ്കുവെക്കുന്നതിൽ എന്താണ് തെറ്റ്? അതോ കേരളത്തിൽ BJP പൊളിറ്റിക്സ് പാടില്ലെന്നുണ്ടോ? പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടാൻ പാടില്ലെന്നുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെയുള്ള ചില തീവ്ര ചിന്താഗതിക്കാരുടെ നിലപാടാണ് ഈ കമന്റ് ബോക്സിൽ നമ്മൾ കാണുന്നത്. ഈ കമന്റിൽ അൺഫോളോ ക്യാമ്പയിനും തെറിയും കൂടിയതോടുകൂടി ഒരു പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് റോബിൻ. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനങ്ങ് പേടിച്ചു. ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും അല്ലെ? ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ്, ചാണകമാണ്, ചാണകത്തി ചവിട്ടി, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരെ ഇഷ്ടപ്പെടണമെന്ന്. ഈ സെക്കൻഡിൽ ഞാൻ പറയും, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിനെ ഇഷ്ടമാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിന് ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ്. ഒരു പവർഫുൾ ഹ്യൂമൻ ബീങ് ആണ്. എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ. അത് കാരണം എനിക്ക് BJP പാർട്ടിയും ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും, ഞാനൊരു സംഖ്യയാണ്. എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല അല്ലേ? നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ? നിങ്ങൾ ഈ പറഞ്ഞ അഴിമതിയും കറപ്ഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ പ്രവർത്തകരും ലീഡേഴ്സും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ? ആരും പെർഫെക്റ്റ് അല്ല ബ്രോ. ഇപ്പം BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. എന്താണ് പുച്ഛം? ഇത്രയും പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത്? എന്താ പുച്ഛിക്കാൻ ഇരിക്കുന്നത്? ഒരിക്കലും പുച്ഛിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഒരു പാർട്ടിനെ ഒരാളിനെ അടിച്ചമർത്തിക്കൊണ്ട് ഉയരണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആക്ച്വലി എന്താ സംഭവം അറിയാം? പേടിയാണ്. കാരണം ഇനി BJP ആകണോ, ഇനി കേരളം ഇനി ഭരിച്ചാലോ? അങ്ങനെ ഒരു ദിവസം വരും, അധികം താമസിക്കാതെ വരും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി. എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഞാൻ പേടിച്ചോ? നിങ്ങൾക്ക് എന്നെ അറിഞ്ഞോടാത്തോണ്ടാ. ഇനി ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി നന്നായിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിന്റെ ഇഷ്ടത്തിന് അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനോ നിങ്ങൾ വരേണ്ട കാര്യമില്ല. ഒരു ഒറ്റ ഫോട്ടോ ഇട്ടാണോ നിങ്ങൾ ഇത്രയും ചെയ്യുന്നത്? സത്യം പറയാം, ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഇത്രയും ആൾക്കാരെ എനിക്ക് 10,600 കമന്റ്സ് എനിക്ക് ആവശ്യമുണ്ട്. റീസെന്റ് ഇത്രയും കമന്റ്സ് ഒന്നും എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് BJP പാർട്ടിനെ ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സംഖ്യയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാൻ സംഖ്യയാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്. എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ്. എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ്. K. സുരേന്ദ്രൻ സാറിനെയും ഇഷ്ടമാണ്. എന്ത് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ സാധാരണ ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല. എനിക്ക് ഇത്രയും എന്നെ ഇട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തി എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാന്ന് ശ്രമിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. യാതൊരു മടിയും കൂടാതെ തന്റെ നിലപാട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.